2013 ജൂൺ 7 മലയാളികൾക്ക് ആ ദിവസം മറക്കാൻ കഴിയില്ല. കാരണം അന്നായിരുന്നു കൊച്ചി മെട്രോയുടെ ആദ്യത്തെ പില്ലർ പാലാരിവട്ടത്ത് ശിലാസ്ഥാപനം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയത്. അന്നത്തെ ദിവസം ഇതുപോലൊരു പുലർക്കാല നടത്തത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മാതൃഭൂമി ന്യൂസിനോട് ചില സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്നു. ആ സ്വപ്നങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ഭാഗികമായി നാളെ മലയാളികൾക്ക് മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. എന്തു തോന്നുന്നു? എനിക്ക് വളരെ തൃപ്തിയും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു പദ്ധതി ഇത്ര വേഗത്തിൽ 4 കൊല്ലത്തിനുള്ള പകുതിയിലധികം നീളത്തിലുള്ള പദ്ധതി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, കൊച്ചി മെട്രോയിൽ പല പുതിയ ടെക്നിക്കൽ ഇൻപുട്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിഗ്നലിംഗ് സിസ്റ്റം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം CBTC എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോയിൽ കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസാണ്. എന്ന് മാത്രമല്ല, DMRCയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ തേർഡിൽ 750 വോൾട്ട് DC എന്നുള്ള ഇലക്ട്രിക്കൽ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2 കാര്യം ചെയ്യാൻ സാധിച്ചാലും ഈ എല്ലാം 4 കൊല്ലത്തിനുള്ളിൽ തീർക്കാൻ പറ്റി. ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം ഈ സെക്ഷൻ ഒരു 3 കൊല്ലത്തിൽ തന്നെ തീർക്കണം എന്നായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അതുകൊണ്ട് കുറച്ചൊരു നിരാശയുണ്ട്. ഈ 3 കൊല്ലത്തിന് അത് 4 കൊല്ലമായി. എങ്കിലും കേരളത്തിലെ അറ്റ്മോസ്ഫിയറും സാഹചര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ 4 കൊല്ലത്തിൽ ചെയ്ത് തീർത്ത് തന്നെ വലിയൊരു സന്തോഷമായ ഒരു സംഗതിയാണ്. എങ്കിലും മഹാരാജാസ് വരെ തീർക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. ഇല്ല, ഞങ്ങൾ ആദ്യം തന്നെ അതിന് ഉദ്ദേശിച്ചിട്ടില്ല. ആദ്യം പാലാരിവട്ടം, പിന്നെ മഹാരാജാസ് കോളേജിലേക്ക്, അങ്ങനെയാണ് ആദ്യം തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഒരു ചലഞ്ച് എന്താണ്? കാരണം നമുക്കിപ്പോൾ ഈ മഹാരാജാസിന് ശേഷം തൂണുകൾ കാണുന്നില്ല. പിന്നെ കടവന്തറ മുതൽ അങ്ങോട്ട് പണിത് നടക്കുന്നു. അത് എന്ന് യാഥാർത്ഥ്യമാകുന്നത്? ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം മഹാരാജാസ് മുതൽ തൈക്കൂടം വരെ അത് ഒരു 2 കൊല്ലത്തിനുള്ളിൽ തീർക്കണമെന്നാണ്. അത് തീർക്കാൻ സാധിക്കും. തൈക്കൂടത്തിനപ്പുറം ലാൻഡ് ഇനിയും ശരിക്കും KMRന് കിട്ടിയിട്ടില്ല. അതിന് ആ താമസം കാരണം ഒരു 6 മാസം കൂടി അത് എടുക്കുമെന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ 2.5 കൊല്ലത്തിനുള്ളിൽ തീർച്ചയായിട്ടും അത് തൃപ്പൂണിത്തുറയെത്തും. തൃപ്പൂണിത്തുറ വരെ 2.5 കൊല്ലത്തിന് പൂർത്തിയാവും. അതുപോലെ ഇതിൻ്റെ ഒരു 2ാം ഘട്ടം ഇപ്പോൾ കാക്കനാടേക്ക് നീട്ടുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ എന്തെല്ലാം വെല്ലുവിളികളാണ്? അവിടെ കാര്യമായിട്ട് അത് ഈ ലാൻഡ് അക്വിസിഷനാണ് അവിടെ വലിയൊരു വെല്ലുവിളി. അല്ല, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ലാൻഡ് വേഗം കിട്ടുകയാണെങ്കിൽ ആ പദ്ധതി വേഗം തീർക്കാൻ പറ്റുന്നതാണ്. സർ, ഇതിൽ ഇപ്പോഴും ഒരു വിമർശനം ഉയരുന്നത്, ഈ ഉദ്ഘാടനത്തിന് ചടങ്ങ് നിൽക്കുമ്പോഴും ഒക്കെ പലരും വിമർശിക്കുന്നത് ഇത്രയും ചെറിയ കിലോമീറ്റർ കൊണ്ട് ഇത്രയധികം കോടി മുടക്കണം. അങ്ങനെ ഒരു ആശങ്ക, ഇത് വൈബിൾ ആകുമോ എന്നുള്ളൊരു ആശങ്ക എപ്പോഴെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആദ്യഘട്ടങ്ങളിൽ പ്രോജക്റ്റ് കുറച്ച് വിഷമമുണ്ടാവും. അത് കാരണം അതിന് ഉദ്ദേശിച്ച റൈഡർഷിപ്പ് ഉണ്ടാവില്ല തുടക്കപ്പം തന്നെ. പക്ഷേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4-5 കൊല്ലത്തിനുള്ളിൽ വേണ്ടത്ര ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതിന് ശേഷം ഒരു വിഷമമുണ്ടാവില്ല. ആദ്യത്തെ 4-5 കൊല്ലം കുറച്ച് വിഷമമുണ്ടാവും. ഈ മുൻ എക്സ്പീരിയൻസ് ഇപ്പോൾ ഡൽഹി ആണെങ്കിലും അതുപോലെ നേരത്തെ പൂർത്തീകരിച്ച മെട്രോകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഡൽഹിയെല്ലാം ഞങ്ങളുടെ ഒരു സാമ്പത്തികമായിട്ട് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഈ ഓപ്പറേഷണൽ റവന്യൂ അത് ഞങ്ങൾ വിചാരിച്ചാലും വളരെ ജാസ്തിയാണ് കിട്ടിയിരിക്കുന്നത്. അത് കാരണം ഈ ലോൺ മടക്കി കൊടുക്കാനോ പലിശ മടക്കി കൊടുക്കാനോ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. മറ്റേ മെട്രോകൾ ശരിക്കും സമയത്തിന് തീർക്കുകയാണെങ്കിൽ അതിന് ഒരു ഫിനാൻഷ്യൽ പ്രതിസന്ധി ഉണ്ടാവില്ല. ആ സമയത്ത് തീർക്കാതെ നീട്ടി കൊണ്ടുപോകുകയാണെങ്കിലാണ് വിഷമം വരിക. നമുക്കത് കുറച്ചുകൂടെ പറ്റിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ തൃപ്പൂണിത്തുറ അതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. കാര്യമായിട്ടുള്ള റൈഡർഷിപ്പ് തൃപ്പൂണിത്തുറ സൈഡിലാണ് വരിക. അത് ഇനിയും ബന്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടാവും ടു സ്റ്റാർട്ട് വിത്ത്. ഈ ആദ്യഘട്ടം ഇത്ര പൂർത്തിയാകാൻ തന്നെ ഇത്ര സമയമെടുത്തത് എന്തായിരുന്നു ഒരു വെല്ലുവിളി? താങ്കൾ വലിയ പ്രൊജക്റ്റുകൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിലെ ഒരു സാക്ഷാത്കരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിൽ നേരിട്ട വെല്ലുവിളികൾ എന്താണ്? കാര്യമായിട്ട് ഇവിടെ ഈ 2
സമയത്തുള്ള മഴകൾ ഈ സൗത്ത് വെസ്റ്റ് മോൺസൂൺ, നോർത്ത് ഈസ്റ്റ് മോൺസൂൺ 6-7 മാസം മഴയാണ് ഇവിടെ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇവിടെയുള്ള വർക്കിനുള്ള സകല ആൾക്കാരെയും പുറമേ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. ജാർഖണ്ഡ്, ഒറീസ, UP. അതായത് ഇവിടുത്തെ നാട്ടുകാരെ കാര്യമായിട്ടുള്ള ഒരു കൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം. അത് കാരണം ഈ സിവിൽ എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് അവർക്ക് വിചാരിച്ച മാതിരി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവർ 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പണി 3.5 കൊല്ലം എടുത്തിരിക്കുന്നു ശരിക്കും തീർക്കാൻ. അതാണ് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നു ഇവിടെ. സിവിൽ കോൺട്രാക്ടേഴ്സ് വിചാരിച്ച മാതിരി പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 3 കൊല്ലത്തിന് 4 കൊല്ലമായത്. മറ്റൊരു പ്രധാനം ഇപ്പോൾ DMRC ആദ്യം തുടക്കത്തിൽ തന്നെ വേണോ വേണ്ടോ അങ്ങനെയൊക്കെ ശ്രീധരൻ വേണോ വേണ്ടിയോ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറി. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു കറപ്ഷൻ്റെ ഒരു ന്യൂസ് വന്നിട്ടില്ല. അത് DMRCയുടെ എസ്റ്റാബ്ലിഷ്ഡ് റെപ്യൂട്ടേഷനാണ്. ഞങ്ങൾ വർക്ക് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഈ കറപ്ഷനുള്ള കാര്യങ്ങളേ വരില്ല. അത് DMRCയുടെ ഒരു പ്രത്യേകിച്ച് ഒരു വർക്ക് കൾച്ചറും ഒരു റെപ്യൂട്ടേഷനുമാണ്. KMRL എത്ര ശതമാനം മാർക്ക് കൊടുക്കും താങ്കൾ? KMRൻ്റെ ഈ പ്രവൃത്തി സമയത്തുള്ള അവരുടെ റോള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം. കാര്യമായിട്ട് ലാൻഡ് അക്വിസിഷൻ, പിന്നെ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ടുള്ള ലൈസൻസ്, ഈ വക കാര്യങ്ങളാണ് KMRൻ്റെ പ്രധാന ചുമതല. ആ ചുമതല അവർ പ്രത്യേകിച്ചും വളരെ തൃപ്തികരമായി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഏറ്റവും വലിയ പ്രോജക്റ്റ് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റിൻ്റെ ഒരു ചലഞ്ചിങ് ആയിരുന്നു കൊച്ചി മെട്രോ? അല്ല ഇതിനും വളരെ ഇതിനേക്കാളും പ്രയാസമുള്ള പല പ്രോജക്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. കൊച്ചി അവസരം വളരെ ഈസി ആയിരുന്നു ചെയ്യാൻ. ഇവിടുത്തെ വലിയൊരു ബുദ്ധിമുട്ട് ഈ റോഡ്സൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡ്സാണ്. അതുകൊണ്ട് വലിയ മെഷീനറി കൊണ്ടുവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വർക്ക് 85% വർക്കും ഞങ്ങൾ രാത്രി സമയത്താണ് ചെയ്തിരിക്കണം. ബിറ്റ്വീൻ രാത്രി 10 മണി രാവിലെ 4 മണി വരെ. അതാണ് വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾ അത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ച് പകലും കുറേ പണി ചെയ്യാമെന്ന്. അത് സാധിച്ചില്ല ഇവിടെ. കാരണം പകൽ പണിയെടുക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് വലിയൊരു ഉപദ്രവമാകും. അത് കാരണം അത് മാറ്റി വെച്ചു രാത്രിയാണ് കാര്യമായിട്ട് പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ അനുബന്ധ ഗതാഗതം, ജലഗതാഗതം, അത് വാട്ടർ മെട്രോ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് എത്രമാത്രം ജനങ്ങൾക്ക് പ്രയോജനമാകും, സക്സസ് ആകും? അതുകൊണ്ട് വളരെ പ്രയോജനം വരും. അതായത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് എലിയാസ് ജോർജിൻ്റെ നല്ലൊരു വിഷയമാണ്. അത് പ്രത്യേകിച്ച് ഈ ദ്വീപുകളിലും ഈ മട്ടാഞ്ചേരി, വെയിലിംഗ്ടൺ അവിടെയുള്ളവർക്കൊക്കെ വളരെ സഹായമായിട്ട് വരും. ഇതിൻ്റെ ഒരു ചാർജ് പ്രശ്നമായി വരുമോ സാർ? കാരണം എന്ന് വെച്ചാൽ ആലുവ മുതൽ ഇപ്പോൾ ഇവിടെ വരെ എത്തുന്നതിന് ഇത്രയധികം 40 രൂപയോളം വരുന്നു. അപ്പോൾ അത് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് മാറുമോ? അതിനെപ്പറ്റി ഞാൻ വലിയ അഭിപ്രായം ഇപ്പോൾ പറയില്ല. കാരണം കേരളത്തിലെ ആൾക്കാർക്ക് ചാർജല്ല വലിയ പ്രശ്നം. അവർക്ക് അതിൻ്റെ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ മെട്രോ അതിൻ്റെ പ്രവർത്തനം വളരെ പങ്ക്ച്വാലിറ്റി, റിലയബിലിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാരിനെ ഇത് വലിയൊരു ചാർജായിട്ട് കണക്കാക്കാൻ തോന്നുന്നില്ല എനിക്ക്. സക്സസ് ആവും. സാർ, ഇപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയിൽ എത്ര തവണ ഇവിടെ വിസിറ്റ് ചെയ്തു? അങ്ങനെ വല്ലതും എഴുതുന്നുണ്ട് ഈ 4 വർഷത്തിനിടയിൽ? എൻ്റെ വിസിറ്റ് അത്ര ഫ്രീക്വൻ്റ് ആയിരുന്നില്ല ശരിക്കും. കാരണം എനിക്ക് വേറെ പല ചുമതലകളും എടുക്കേണ്ടി വന്നുകൊണ്ട് ആദ്യകാലത്തൊക്കെ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമേ വരുള്ളൂ. പിന്നെ അത് 10 ദിവസത്തിൽ 1 ദിവസമായി. അതും മതി. കാരണം എനിക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ. അവർ സ്വന്തം ഞാൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തവർക്കുള്ള ഗൈഡൻസും അവരെ സംശയങ്ങൾ തീർക്കുക, അവർക്കുള്ള വേണ്ട സാങ്ഷൻസ് എടുത്തു കൊടുക്കുക. ഇത് ചെയ്തുകൊണ്ട് ഈ വിസിറ്റ്സ് ധാരാളം മതി ശരിക്കും കൊണ്ടു നടക്കാൻ. ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നു. അവസാന ദിവസങ്ങളിൽ വേദിയിൽ താങ്കളാണ് ശരിക്കും ആ വേദിയിൽ ഏറ്റവും ആദ്യം വേണ്ട വ്യക്തി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നു, അത്തരം വിവാദങ്ങൾ ഇവർ പിന്നീട് പേര് കൂട്ടിച്ചേർക്കുന്നു, അങ്ങനെയൊക്കെ ഒരു വേദന തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ ഇതുപോലത്തെ പല സെറിമണീസ്, ഇനോഗ്രേഷൻ സെറിമണീസ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുള്ള ഞാൻ അങ്ങനത്തെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കുള്ള ചില ആചാരങ്ങൾ, ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്.
അത് മറിഞ്ഞു കിടക്കാൻ സാധിക്കില്ല. അവർ ആ ചട്ടപ്രകാരമാണ് പറഞ്ഞത് സ്റ്റേജിലധികം ആൾക്കാർ പാടില്ല എന്ന്. ഞാനത് സ്ട്രേറ്റ് അത് അക്സെപ്റ്റ് ചെയ്തു, കാരണം എനിക്കത് ആവശ്യമാണെന്ന് അറിയാം. അതുകൊണ്ട് ഒരു നിരാശയോ ഒരു ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്സാഹത്തോടു കൂടിയാണ് ഇപ്പോൾ വേദിക്ക് വേണമെന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ സന്തോഷം അങ്ങനെയും പറയാനില്ല. ഈ 85 വയസ്സായി, പക്ഷേ ഏതൊരു യുവാവിനേക്കാളും ഉപരിയുള്ള ഒരു എനർജിയോടുകൂടി ഇപ്പോഴും വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നു. എപ്പോഴും യാത്രകൾ, എപ്പോഴും പ്രൊജക്റ്റുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എന്താണ് ഈ ഒരു പോസിറ്റീവ് എനർജിയുടെ രഹസ്യം? കാര്യമായിട്ട് നമുക്ക് കഴിയുന്നിടത്തോളം കാലം നാട്ടുകാർക്കും സൊസൈറ്റിക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയും അത് ചെയ്തു കൊടുക്കുന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് കാര്യമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ശരി എവിടെ വേണമെങ്കിൽ ഓടിക്കില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവമായി തീർന്നത്. അപ്പോൾ കൊച്ചിയിൽ വരുന്നതല്ല വലിയ പ്രശ്നം. ഇപ്പോൾ വിജയവാഡ, ലക്നൗ, കാൺപൂർ ഇങ്ങനെയുള്ള മെട്രോയിൽ പോയിട്ട് അത് സൂപ്പർവൈസ് ചെയ്യാനാണ് വലിയ വിഷമം തോന്നുന്നത് എനിക്ക്. കൊച്ചിയിലല്ല. കൊച്ചിയിൽ പക്ഷേ ഈ പൊന്നാനിന്ന് ഇതുവരെയുള്ള റോഡ് യാത്ര അത്ര വലിയ സുഖമുള്ളതല്ല. എനിക്കതും ഇതുവരെ കഴിച്ചു കൂട്ടി ഇനി വലിയ വിഷമം ഉണ്ടാവില്ല കഴിക്കാൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പോൾ ഇനിയിപ്പം KMRL പ്രാപ്തമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ? KMRL ഇപ്പോഴും ഈ ഫേസ് 2 അവർ ചെയ്യുള്ളൂ. ഈ ഫേസ് 1 ബാക്കിയുള്ള മഹാരാജാസ് കോളേജ് മുതൽ തൃപ്പൂണിത്തുറ അത് ഞങ്ങൾ തന്നെ ചെയ്യും. അതുകൊണ്ട് അതന്നെ വലിയൊരു ബാധ്യതയാണ് എപ്പോഴും. ഇനിയൊരു ഇതിപ്പോൾ 13 കിലോമീറ്ററേ ഉള്ളൂ, ഇനിയൊരു 11 കിലോമീറ്റർ ചെയ്യാനുണ്ട്. അതൊരു വലിയൊരു ബാധ്യതയാണ്. പക്ഷെ അത് ഞങ്ങൾ ചെയ്തൊക്കെ അതിനുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി സാറിന് മേൽനോട്ടം വേണ്ട? മേൽനോട്ടം വേണ്ടി വരും. മേൽനോട്ടം മാത്രമല്ല, അവർക്ക് പല സമയത്തും അതിനുള്ള അപ്രൂവൽസ്, സാങ്ഷൻസ്, ടെൻഡർ വിളിച്ച് അതിനെ അപ്രൂവ് ചെയ്യാൻ അതിനൊരാൾ വേണം ഇവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വരും. അല്ലെങ്കിൽ അവർ ഫയൽ പൊന്നാനിക്ക് കൊടുത്തയക്കും എൻ്റെ അപ്രൂവൽ മേടിക്കാൻ. അപ്പോൾ ഞാൻ കൂടെ വേണ്ടി വരും എന്തായാലും കഴിയണമെങ്കിൽ. ഏറ്റവും ഒടുവിൽ കൊടുത്ത ചില ഇൻ്റർവ്യൂസിലെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പിൻവാങ്ങലിൻ്റെ സ്വരം കാണുന്നുണ്ട്. അതെന്തായാലും വേണമല്ലോ. കാരണം വയസ്സ് 85 കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പിൻവാങ്ങൽ തന്നെ വേണമല്ലോ. കഴിയുന്നിടത്തോളം വിഡ്രോ ചെയ്തിട്ട് എല്ലാവരെയും ഏൽപ്പിച്ച് അതങ്ങനെ ഒരു സ്വയം ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ ആശ. പൊന്നാനിയിലേക്ക് ഒതുങ്ങാനാണോ? അതെ, പതുക്കെ. ഇനി എന്താ ബാക്കിയുള്ള ജീവിതം? ഒരു സംഘടനയുടെ പേരൊക്കെ പറയുന്നത് കേട്ടോ, യുവാക്കൾക്ക് എനർജി കൊടുക്കുന്ന തരത്തിലുള്ള മൂല്യം കൊടുക്കുന്ന ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിലുണ്ട് എന്ന് പറയും. എന്താണ് അതിൻ്റെ ഒരു? അത് ഞങ്ങൾ 2008 തുടങ്ങിയ ഒരു NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്, ഫൗണ്ടേഷൻ ഫോർ റെസ്റ്റോറേഷൻ ഓഫ് നാഷണൽ വാല്യൂസ്. നമ്മുടെ രാഷ്ട്രം വളരെ പാരമ്പര്യമായുള്ള രാഷ്ട്രമാണ്. നമുക്ക് നമ്മുടെ ട്രഡീഷൻസ്, വാല്യൂസ്, എത്തിക്സൊക്കെ വളരെ ഗംഭീരമുള്ളതാണ്. ഇപ്പോൾ പതുക്കെ ഇതെല്ലാം കുറഞ്ഞ് വരുന്ന കാണുന്നത്. കറപ്ഷൻ ഇൻക്രീസ് ചെയ്യുക, എവിടെ നോക്കിയാലും അടിപിടി, കുത്തിക്കൊല്ലൽ, റേപ്പ് ഹിസ്റ്ററീസ്, ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു ആൾക്കാരുടെ ഇടയിൽ നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരിക, നല്ല പ്രവർത്തിച്ച് ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാക്കുക, അതിന് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുകയാണിപ്പോൾ. അതിൻ്റെ പ്രസിഡൻ്റാണ്, നാഷണൽ പ്രസിഡൻ്റാണ് FRNV-യുടെ. 4 വർഷം മുമ്പ് ഇങ്ങനെ ഇവിടെ വരുമ്പോഴും എല്ലാ ദിവസവും പുലർക്കാലത്ത് 5 മണിക്ക് ഇങ്ങനെ നടക്കുന്നതാണ്. അതിങ്ങളും മുടങ്ങുന്നില്ല. ഈ ചിട്ടയാണോ നമ്മുടെ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? തീർച്ചയായിട്ടും ഏത് ജീവിതത്തിലും ഒരു ചിട്ട വേണം, ഒരു നല്ലൊരു സദുദ്ദേശം ഉണ്ടാവണം, എന്നാൽ ഉത്സാഹമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സാറിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? സാധാരണ ഞാൻ എൻ്റെ പൊന്നാനിയിലാണെങ്കിൽ ഞാൻ ഒരു 4 മണിക്ക് എണീക്കും. ഇവിടെയാണെങ്കിൽ കുറച്ച് വൈകിട്ട് എണീക്കുള്ളൂ. 4 മണിക്ക് എണീക്കും. കാരണം അവിടെ 4 മണിക്ക് എണീക്കേണ്ട വലിയ ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ ഭാഗവതം വായിക്കും. ഇവിടെ ഈ ഭാഗവതം വായിക്കാനുള്ള സൗകര്യമില്ല. ഭാഗവതം വായിക്കാൻ പറഞ്ഞാൽ കുറച്ച് ശുദ്ധമായ അറ്റ്മോസ്ഫിയറും അങ്ങനെയൊക്കെ വേണേ. ഇവിടെ അതില്ല. പിന്നെ ഭാഗവതം ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. ഒരു 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ഭാഗവതം വയ്ക്കാം രാവിലെ. അത് കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ദിവസവും ഈ മുക്തി സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ട്.
സ്വാമി ബഹുമാനന്ദ തീർത്ഥാചാര്യർ. അത് കേൾക്കും, അത് നിർബന്ധമായിട്ട് കേൾക്കണം. അതൊരു എഡിക്ഷനായി എനിക്ക്. അത് 6:15 മുതൽക്ക് ഇപ്പോൾ സമയമായി തുടങ്ങി 6:15 മുതൽക്ക് 6:45 വരെ അത് കേൾക്കും ഞാൻ. അതിനുശേഷം എല്ലാ കാര്യമായിട്ട് കുറച്ച് യോഗ ചെയ്യും. പിന്നെ ഓഫീസ് വർക്കും ഔദ്യോഗിക വൃത്തികൾ തുടങ്ങി. ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും? എപ്പോഴും 8 മണിക്കൂർ എങ്ങനെയും ജോലി ചെയ്യും. എപ്പോഴും അവിടെയാണ് ശരി, ഇവിടെയാണ് ശരി. ഇവിടെയാണെങ്കിൽ ജാസ്തി ജോലി ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഇൻസ്പെക്ഷനും പല കാര്യങ്ങളുണ്ട്. പൊന്നാനികളിൽ ഇൻസ്പെക്ഷനില്ലല്ലോ. ഫോണിലും പിന്നെ പേപ്പർ വർക്കും പല കാര്യങ്ങളും അന്വേഷിക്കാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഒരു 7-8 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യണം കൊച്ചി മെട്രോ. മലയാളികളോട് എന്താണ് പറയാനുള്ളത്? കാരണം ഇത്രയും വലിയ പ്രൊജക്റ്റിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ചതിൻ്റെ പേരിൽ എന്താണ് മലയാളികളോട് ഒരു സന്ദേശമായിട്ട് പറയുന്നത്? മലയാളികളോട്, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള നിവാസികളോട്, അവർക്ക് വിചാരിക്കാത്ത വലിയൊരു നിധിയാണ് കിട്ടിയിരിക്കുന്നത് ഈ കൊച്ചി മെട്രോ. അതിനെ കാത്തു സൂക്ഷിക്കണം, അതിനെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ സഹായിക്കണം. പിന്നെ എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാരോട് തമ്മിൽ ഉപയോഗിക്കുമ്പോൾ തമ്മിൽ വളരെ സഹകരിച്ചിട്ടും ഒരു കൺസിഡറേഷൻ വേണം പാസഞ്ചേഴ്സിനോട്. അതുകൊണ്ട് ഇതിനെ വലിയൊരു സ്വത്തായിട്ട് കരുതി അതിനെ ആദരിച്ച് കൊണ്ടു നടക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്തായാലും ഈ ശ്രീധരൻ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കാരണം പ്രൊജക്റ്റ് ഭാഗികമായി നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ബാക്കിയുള്ള ഘട്ടം 2.5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി എപ്പോഴും കൊച്ചി മെട്രോയുടെ ഒരു മേൽനോട്ടത്തിനായി താനില്ല, താൻ സ്വയം ഉൾവലിഞ്ഞ് ബാക്കിയുള്ള ജീവിതം പൊന്നാനിയിലും ഒക്കെയായി ചിലവഴിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെങ്കിലും അദ്ദേഹം പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് തികച്ചും നിർണായകമായ ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ പുലർക്കാല നടത്തം ഞങ്ങളോടൊപ്പം അവസാനിപ്പിക്കുന്നത്. നമസ്കാരം.